ജൂൺ 27 അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ സഭാപിതാവ്. 376 മുതൽ 444 വരെ കാലഘട്ടം. എഫേസുസ് സൂനഹദോസിൽ പേപ്പൽ പ്രതിനിധിയായി അധ്യക്ഷത വഹിച്ച് നെസ്തോറിയൻ സിദ്ധാന്തങ്ങൾ പാഷണ്ഡതയാണെന്ന് ബോധ്യപ്പെടുത്തി കന്യകാമറിയത്തിൻ്റെ ദൈവമാതൃസ്ഥാനം വിശ്വാസസത്യമായി പ്രഖ്യാപിക്കുന്നതിന് വഴിതെളിച്ച വേദപാരംഗതനാണ് വിശുദ്ധ സിറിൽ. ദൈവമാതാവ് എന്ന ഗ്രീക്ക് സഞ്ജയായ തെയോത്തോക്കസ് എന്ന നാമം പ്രയോഗിച്ചാണ് നെസ്തോറിയസ് പ്രചരിപ്പിച്ച അന്ത്യോക്യൻ ദൈവദൂഷണത്തെ അദ്ദേഹം എതിർത്തത്. തെയോത്തോക്കോസ് എന്ന പദത്തിലൂടെ ദൈവത്തെ വഹിച്ച ദൈവമാതാവിൻ്റെ മഹത്വം അദ്ദേഹം ഉയർത്തി കാണിച്ചു. അദ്ദേഹത്തിൻ്റെ 15ാം ചരമശതാബ്ദി പ്രമാണിച്ച് 1944 12ാം പിയൂസ് മാർപ്പാപ്പ എഴുതിയ ചാക്രിക ലേഖനത്തിൽ വിശുദ്ധ സിറിലിനെ പൗരസ്ത്യ സഭയുടെ അലങ്കാരമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അലക്സാണ്ട്രിയയിലെ തെയോഫിലോസ് മെത്രോപൊലീത്തയുടെ സഹോദരപുത്രനാണ് സിറിൽ. പൗരോഹിത്യം സ്വീകരിക്കുന്നതിന് മുമ്പ് കുറേ നാൾ മരുഭൂമിയിൽ ഏകാന്ത ജീവിതം നയിച്ചു. ആവേശഭരിതനായിരുന്നു സിറിൽ. കോൺസ്റ്റാന്റിനോപ്പിളിലെ മെത്രാപ്പോലിത്തായിരുന്ന നെസ്തോറിയസിനെ സ്ഥാനഭ്രഷ്ടനാക്കി പ്രഖ്യാപിച്ച കത്തിൽ അദ്ദേഹത്തെ അഭിനവ യൂദാസായ നെസ്തോറിയസ് എന്നാണ് അഭിവാദനം ചെയ്തിരുന്നത്. ഈ ദൃശ്യമായ ശൈലി സിറിലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സമ്പൂർണ്ണ വിജയം നേടാൻ സഹായിച്ചിട്ടില്ല. പ്രസ്തുത ശൈലി അദ്ദേഹത്തിൻ്റെ സ്വഭാവം സ്പഷ്ടമാക്കുന്നുമില്ല. ക്രിസ്തീയ സ്നേഹം ഒതുങ്ങി നിന്നിരുന്ന സന്തുലിതമായ ഒരു മനസ്സിൽ നിന്ന് ബഹിർഗമിച്ചതായാണ് ആ ശൈലി അറിയപ്പെടുന്നത്. നെസ്തോറിയൻ വാദപ്രതിവാദങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ സിറിൽ എഴുതിയ വാക്കുകൾ ഇതിന് ഉപോത്ബലകമാണ്. ഞാൻ സമാധാനത്തെ സ്നേഹിക്കുന്നു. തർക്കങ്ങളെയും ശണ്ടകളെയും എന്ന പോലെ യാതൊന്നിനെയും ഞാൻ വെറുക്കുന്നില്ല. എനിക്ക് നെസ്തോറിയസിനോട് സ്നേഹമുണ്ട്. യാതൊരുത്തിനും എന്നേക്കാൾ കൂടുതലായി അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. 412 ഒക്ടോബർ 17 സിറിൽ അലക്സാണ്ട്രിയയിലെ മെത്രാപ്പൊലീത്തയായി. ജനങ്ങൾ അദ്ദേഹത്തെ പ്രഗത്ഭനായ മാർ അത്തനേഷ്യസിനോടാണ് ഉപമിക്കാറുള്ളത്. വിശുദ്ധ സിറിലിൻ്റെ 20 പ്രസംഗങ്ങൾ മാത്രമാണ് ഇന്ന് നമുക്ക് കരഗതമായിട്ടുള്ളതെങ്കിലും ധാരാളം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് വിശുദ്ധ സിറിൽ. 444 ജനുവരി 28 ഒരു മരിയൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് സിറിൽ നിര്യാതനായി. 1882 അദ്ദേഹത്തെ വേദപാരംഗതനെന്ന് പ്രഖ്യാപിച്ചു. വചനം റോമ 15:13. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. വിചിന്തനം. വിശുദ്ധ സിറിൽ വിശുദ്ധ കുർബാനയെപ്പറ്റി എഴുതിയിട്ടുള്ള ഏതാനും വാക്കുകളായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഉരുക്കിയ മെഴുകിൽ ഉരുക്കിയ മെഴുക് ചേർത്താൽ രണ്ടും നന്നായി ചേർന്നുകൊള്ളും. അതുപോലെ ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്നവൻ ക്രിസ്തുവിലും ക്രിസ്തു അവനിലും ഐക്യപ്പെടുന്നു.